കുചേലൻ കൃഷ്ണനെ കണ്ട് കുചേലനക്ക് ഐശ്വര്യം കൊടുത്ത ദിവസമാണ്. കുചേലൻ കൃഷ്ണ ഭക്തനായിരുന്നു. അങ്ങനെ അവ ചിന്നതിലെ ഒരേ ക്ലാസ്സിൽ പഠിച്ചിട്ട്, ക്ലാസ് തന്നെ അമ്മയ്ക്ക് ക്ലാസ് അല്ല, ഗുരുകുലം. അപ്പൊ അത് ഗുരുകുലത്തിലെ പഠിച്ചിട്ട് പിന്നെ പതിനാ കഴിയാത്ത കൃഷ്ണനെ പോയി പായക്കണം. കൃഷ്ണൻ രാജാവൊക്കെ വലിയ കിങ്. അപ്പൊ കുചേലൻ ரொம்ப പാവപ്പെട്ടത്. ഒന്നും ഇല്ല, ഉടുപ്പിച്ച തുണി മുട്ടിച്ച തുണിയെല്ലാം. എന്നിട്ട് കൂടി പോയിട്ട് കൃഷ്ണൻ ഓടി വന്ന് എപ്പിയാതോ അനുഗ്രഹിക്കണം എന്നുള്ളതാണ് കേൾക്കാൻ. അപ്പൊ എല്ലാരും അത് കേൾക്കണം. അപ്പൊ അതിന് നമുക്ക് എല്ലാവരും ശ്ലോകം എല്ലാം ചൊല്ലാൻ വേണ്ടി നമുക്ക് നാരായണീയത്തിലെ കൃഷ്ണനെ പറ്റിയിട്ടും കുചേലനെ പറ്റിയും ചൊല്ലിയിട്ടുണ്ട്. അപ്പൊ അതിനെ നമ്മൾ വാശിക്കും അത് പണിയും എല്ലാവരും കേൾക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതോട് അർത്ഥം എല്ലാം ചോദിക്കുന്നു. എന്നിട്ട് അത് കറക്റ്റാ കേൾക്കണം. കാരണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ എല്ലാം കേൾക്കും. അപ്പൊ ക്വസ്റ്റ്യനോട് ആൻസർ എല്ലാം നിങ്ങൾ ചൊല്ലണം. ഒന്ന് അഭിനയിച്ച് കാട്ടണം. ഒരാൾ കൃഷ്ണനായിട്ട് ഒരാള് വിജയിക്കണം. ശരിയാ? ഓക്കെ, റെഡി? കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ നന്ദഗോപകുമാരായ സൂര്യവൃത്തായ നമോ നമഃ. പരമാനന്ദമാധവം വന്ദേ നന്ദം ശ്രീണാദ്രേണ വിഷ്ണുശാഖരികലോ ഗീതം പുനാദീപേണത്രയം. കുചേലോക്തം. കുചേലനാമാഭവദസ്സനിത്യതാം ജലസ്യ സാംബീവനിമന്ദിരേ ഗജ ത്വയേതയാഗേന ധനാദിനിസ്പൃഹോ വിനാനിനിന്യേവ സമീകഥാസമി സമാനശീലാഭിതരീയവല്ലഭ തദൈവ നോ ചിത്തജലം സമീയുഷി കഥാചിദൂഷേ പദവൃത്തിരന്തയേ രമാവതി കിംന സഹാനുഷേയതേ വിരീലോയം പ്രേയാശുദാത്രയാ യുഗോത്സമാനോ വിലനേ മതാവതേ തഥാ തഥാ ലോകനകൗതുകാഗ്രയോ മകൻപടാന്തേ പുനകാനുപായനം യതോയമാശ്ചര്യമയീ ഭവൽപുരി ഗൃഹേഷു ശൈര്യാഭവനം സമീയുവാൻ പ്രവിശ്യ വൈകുണ്ഠമിവാപദവൃതി തവാനി സംഭാവനയാതു കിം പുനഃ പ്രഭൂരിതം സംപ്രിയയാജബീജിതം തടേ ഗൃഹീത്വാ കഥയാ പുരാകൃതം എരിന്തനാർത്ഥം ഗുരുനാരചോദിതേ അവത്തു വർഷം പരമർഷിതാനഹേ പ്രഭാഷുഷോസ്വാം ഋതുകം ബലാദത തദൃത്യമുഷ്ടോ സകൃതാശിതേ ത്വയാ കൃതം കൃതം നന്ദിയലേതി സംഭ്രമാ രമാമി ലോകേയകരം ഗുരോദയേ ഭക്തേഷു ഭക്തേന സമാധിരസ്വയാ പുരീം വസന്നേ കലിശാം മഹാസുഖം വദാവനേഭ്യോ ദ്രവിണം വിനായയോ വിചിത്രരൂപസ്തമനഃ വദാമ്യവാനാനിസോ ത്വദുക്തിലീലാസ്മിതമഗ്നദീപ്സുന പ്രമാദപശ്യന്മണിവി പ്രമാലയം ഹിമാചലിപലസ്യ ഇതി പ്രമക്ഷഃ ഗ്രഹം പ്രവിഷ്ട സദലസ്യ വല്ലഭാം സദീപലീലാമണിഹേമഭൂഷിതാം ബോധചത്വം തരുണാമഭാഷുതാം കരത്രശാലാസു വസന്നതി സ്വയം സമുന്നമൽ ഭക്തിപരോഗതമപേയ ത്വമേവ മാപൂരിതഭക്തവാഞ്ചിതോ വലുപുരാധീശഹരസ്വമേകതാൻ നാരായണായ ഗുരോ നമസ്തേ
मनोदृढाश्रमी तस्य भार्या कुबेरस्य चुक्षा मातरदानला परिव्रता परिव्राता नायका वनमेधसा परिव्रासीतमाना समेकमानामिदम्यजा ननुजन्मन् भगवतः सदा साक्षात् श्रियःफले ब्रह्मण्यश्च शरण्यश्च भगवान् शास्त्रदर्शः यं वैहिकमहाभागा साधूनां च परायणम् तस्य वीरविनं भूरि सीतदेवैकुण्ठिने आस्ते गुणाद्वारवत्यां गौरवृष्ण्यं प्रतीक्षया स्मरगत्वादकमलमात्मानां അപ്പൊ നമ്മുടെ ഈ വെസ്റ്റേൺ സ്റ്റൈൽ പോലെയല്ല, ഇംഗ്ലീഷ് നമ്മുടെ അല്ലേ, നമ്മള് ഈ കൃഷ്ണന്റെ ചരിത്രം, രാമന്റെ ചരിത്രം, അങ്ങനെ നമുക്ക് 18 പുരാണങ്ങളുണ്ട്. അതിലൊരു പുരാണമാണ് ഭാഗവതം. എല്ലാം ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാം. 18 പുരാണത്തിൽ ഏറ്റവും നല്ല പൂർണ്ണമായിട്ടുള്ളതാണ് ഭാഗവതം. മനസ്സിലായോ? ഭാഗവതം എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്, നിങ്ങളൊക്കെ വായിക്കുന്ന ബുക്കുമായി ബുക്ക്. നമ്മൾ കുറേ ശ്ലോകമാണ് കുറച്ച് നമ്മൾ കുചേലന്റെ കഥ വായിച്ചത്. അതിൽ ഒരുപാട് കഥകളുണ്ട്. ഭാഗവതത്തിൽ ഇല്ലാത്തൊന്നുമില്ല. നമ്മുടെ ജീവിതം എങ്ങനെയാണ്, നമ്മൾ ശ്വസിക്കുന്ന വായു എങ്ങനെയാണ്, നമ്മുടെ ഭൂമി എങ്ങനെയാണ്, ഇത് എങ്ങനെയാണ് വന്നത്, ആകാശം എങ്ങനെ വന്നു, ഈ ഓരോ നരകം എങ്ങനെ വന്നു, പാതാളം എങ്ങനെ വന്നു, ഇങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം നമ്മുടെ ഉള്ള ബുക്ക് ഏതാണ്? ഭാഗവതം. അപ്പൊ അതാണ് നമ്മളൊക്കെ വായിക്കുക. അപ്പൊ അതില് ഈ പരീക്ഷത്ത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ എല്ലാവരും? ഇല്ല. പരീക്ഷത്ത് എന്ന് പറഞ്ഞൊരു രാജാവുണ്ടായിരുന്നു. ആ രാജാവ് ഒരു തെറ്റ് ചെയ്തു. അപ്പൊ തെറ്റ് ചെയ്തപ്പോ അതിന് ശിക്ഷ കിട്ടണ്ടേ? നമ്മളൊക്കെ തെറ്റ് ചെയ്താൽ ശിക്ഷ കിട്ടും. അപ്പോൾ ശിക്ഷ കിട്ടി. എന്താണ് കിട്ടിയത്? കേട്ടിട്ടുള്ള ആരെങ്കിലും? 7 ദിവസം കൊണ്ട് മരിക്കും. പക്ഷനെ കൊണ്ട് ഒരു ചത്ത പാമ്പിനെ കൊണ്ട് ഒരു ദേഷ്യം വന്നിട്ട് വെള്ളം കിട്ടിയില്ല. നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരില്ലേ? അപ്പൊ അങ്ങനെ ദേഷ്യം വന്നപ്പോ എന്തായി? ശാപം കിട്ടി. ആ മനുഷ്യയുടെ മകൻ പറഞ്ഞു, അയ്യോ എന്റെ അച്ഛൻ തപസ് ചെയ്യായിരുന്നു. അപ്പൊ അച്ഛന് തപസ് ചെയ്യണ സമയത്ത് നല്ല കാര്യം ചെയ്യുമ്പോൾ കഴുത്തിൽ ചക്കപാമ്പിട്ടോ 7 ദിവസത്തിനകം തക്ഷണങ്ങളിൽ പാമ്പ് ഒന്ന് കൊത്തി കഴിക്കുന്നു. അപ്പൊ രാജാവിന് വളരെ ദുഃഖം വന്നില്ല. രാജാവ് പറഞ്ഞു, ഓ ഞാൻ തെറ്റ് ചെയ്തു. അപ്പൊ തെറ്റ് ചെയ്തതിന്റെ നമ്മൾ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു. അപ്പൊ രാജാവ് എന്ത് ചെയ്തു? ഒട്ടും നമ്മൾ ഇങ്ങനെ പേടിച്ചൊന്നുമില്ല. അദ്ദേഹം ഒരു സ്ഥലത്ത് ഇരുന്നു. എല്ലാവരും രാജാവായതുകൊണ്ട് അദ്ദേഹം ഒരു കൊട്ടാരമൊക്കെ കെട്ടി, പാമ്പൊന്നും വരാത്ത രീതിയിൽ നല്ല പ്രൂഫായിട്ടൊരു സ്ഥലമൊക്കെ കെട്ടി. പക്ഷെ എന്നാലും 7-ാം ദിവസം പാമ്പ്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തത്? 7 ദിവസം ഭഗവാനെ ധ്യാനിച്ച് ഭഗവതി കഥകൾ കേട്ടണം. അതാണ് സപ്താഹം. സപ്താഹം എന്ന് കേട്ടിട്ടുണ്ടോ? 7 ദിവസം അമ്പലങ്ങൾ നടത്തില്ല. അതാണ് സപ്താഹം. 7 ദിവസം കൊണ്ട് ഈ കഥകളെല്ലാം അങ്ങേക്ക് കേട്ടണം. അപ്പൊ അങ്ങനെ 6 ദിവസം കഥയൊക്കെ കേട്ടു. കഥയൊക്കെ കേട്ടപ്പോ ഈ പരീക്ഷയ്ക്ക് പറഞ്ഞു, എനിക്ക് ഇനി ശ്രീകൃഷ്ണനെ ഭയങ്കര ഇഷ്ടമായി അല്ലേ? എല്ലാവർക്കും ഇഷ്ടമല്ലേ ശ്രീകൃഷ്ണനെ? അപ്പൊ ശ്രീകൃഷ്ണന്റെ ചെറുപ്പത്തിലുള്ള കഥകളൊന്ന് പറഞ്ഞു തരുമോന്ന് ചോദിച്ചു. അപ്പൊ കഥ പറഞ്ഞു കൊടുക്കുന്ന ആളാണ് ശ്രീ സുഖമഹർഷി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, കുചേലൻ എന്ന് പറഞ്ഞു. കുചേലൻ എന്ന് പറഞ്ഞ പേര് പിന്നെ വന്നിട്ട് കേട്ടോ. കൃഷ്ണന് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. കുചേലൻ എന്നാണ് പണ്ടത്തെ പേര്. സുദാമ ആദ്യം സുദാമ വന്നാൽ പിന്നെ കൃഷ്ണനായിരുന്നു. കുചേലൻ എന്ന് പറഞ്ഞാൽ കുചേലൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? കുചേലൻ ഭയങ്കര പട്ടിണിയാണ്. അപ്പൊ കുചേലൻ പട്ടിണിയാക്കിയിരിക്കണം. അപ്പൊ ചെറുപ്പത്തിലെ കുചേലൻ പേര് ശ്രീരാമ എന്ന് പറയും, ചിലര് സുദാമ എന്ന് പറയും. അപ്പൊ ഇവര് രണ്ടുപേരും കൂട്ടുകാരായിരിക്കും അല്ലേ? അപ്പൊ കുറെ ദിവസം ഇവര് പോയി കല്യാണമൊക്കെ കഴിച്ച് കുചേലനിപ്പോ കുടുംബമായിട്ട് ജീവിക്കുകയാണ്. പക്ഷെ കുടുംബമായിട്ട് ജീവിച്ചാലും കുചേലൻ എപ്പോഴും കൃഷ്ണഭക്തനാണ്. എപ്പോഴും കൃഷ്ണന്റെ വിചാരേ ഉള്ളൂ. അപ്പൊ കല്യാണം കഴിഞ്ഞ് ഭാര്യയോട് എന്ത് പറഞ്ഞു അറിയോ? കഥ കൃഷ്ണനെ പറ്റിയിട്ടുള്ള, കൃഷ്ണൻ ജനിച്ചു, കൃഷ്ണനെ കൊന്നിങ്ങനെ കൊല്ലാമോ, ഇങ്ങനെ കുറേ കഥകളൊക്കെ പറഞ്ഞതിന് മുമ്പ് പറഞ്ഞു, കൃഷ്ണൻ എന്റെ കൂടെ പഠിച്ചിട്ടുണ്ട്, എന്റെ സ്കൂൾ ഫ്രണ്ടാണ്. അന്ന് സ്കൂളൊന്നും ഇല്ല കേട്ടോ. അന്ന് ഗുരുകുലം എന്ന് പറയും. അന്ന് ഒരു ഗുരുവിന്റെ താഴെ പോയാല് അവര് പറയുന്നതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. ഇപ്പൊ ഗുരു പോയി കുറച്ച് വിറക് കൊണ്ടുവന്ന് പറഞ്ഞാൽ വിറക് കൊണ്ടുവന്ന് നമ്മൾ അടുക്കൊന്നുമില്ല. ഗുരു പോയി വിളക്ക് കത്തിക്കാൻ പറഞ്ഞാൽ വിളക്ക് കത്തിക്കണം. ഗുരുവിന്റെ തുണിയൊക്കെ അടിക്കണം. അങ്ങനെയൊക്കെയാണ് ശിഷ്യന്മാർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ പണ്ട് ഇവർ രണ്ടുപേരും ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്നു. പണ്ടത്തെ കേൾക്കണ്ടോ? കൃഷ്ണ വിളിക്കണേ. അപ്പൊ ഈ കല്യാണം കഴിഞ്ഞപ്പോ ഈ കുചേലൻ വന്നപ്പോഴത്തേക്ക് കുചേലന് നല്ല വസ്ത്രമൊന്നും ഇല്ല ഉടുക്കാൻ അല്ലേ? നമ്മളമാതിരി നല്ല നല്ല ദിവസം ഇടാനുള്ള വസ്ത്രങ്ങളൊന്നും ഇല്ല. മനുഷ്യന്റെ വസ്ത്രങ്ങളൊക്കെ ഉള്ളു ഇടാൻ. ബ്രാഹ്മണനാണ്. അപ്പൊ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? എല്ലായിടത്തും പോയി ഭഗവതി ഭിക്ഷാം ദേശി എന്ന് പറയും. അപ്പൊ അവരാരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ അന്ന് ആ വീട്ടില് അടുപ്പ് കത്തിച്ച് ഭക്ഷണം ഉണ്ടാക്കി ഭർത്താവിന് കൊടുത്ത് കുട്ടികളൊക്കെ എടുക്കും. അപ്പൊ ചില ദിവസം പട്ടിണിയായിരുന്നു. അപ്പൊ ഇങ്ങനെ കുറെ ദിവസമായപ്പോ ഈ ബ്രാഹ്മണൻ, അതായത് ഈ കുട്ടികളെ മെലിഞ്ഞു വന്നിരിക്കുന്നു കേട്ടോ. ഇങ്ങനെ മെലിഞ്ഞു വന്നിരിക്കുന്നു. അപ്പൊ ഭാര്യയ്ക്ക് പേടിയായി. ഭാര്യ
ആലോചിച്ചപ്പോ പെട്ടെന്ന് ഓർമ്മ വന്നു. എന്താണ് ഓർമ്മ വന്നറിയാം? കല്യാണം കഴിഞ്ഞിട്ട് അധികം ഉണ്ടാകുന്നില്ല കുട്ടികളെ. അപ്പൊ കുറച്ച് വലിയത് എന്താണ്, എനിക്കൊരു കൂട്ടുകാരനായിരുന്നു, കൃഷ്ണൻ എന്റെ കൂട്ടുകാരനായിരുന്നു, അറിയോ പറഞ്ഞു. അതെ, നിങ്ങളെ ജീവിതത്തിലെ സാന്നിധ്യം മനസ്സിന്റെ അവിടെ പോയതോ. ഞാൻ 6 വർഷം അവിടെ പഠിച്ചു. 1 വർഷം പഠിച്ചു കുട്ടികളെ. ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചു. 6 വർഷം കുട്ടികളെ അവിടെ പഠിച്ചു സന്ദീപിനി മഹർഷിയുടെ. ഒരു ദിവസം കൃഷ്ണനെയും ബലരാമനെയും കൊണ്ട്, ബലരാമനുണ്ടോ, രണ്ടുപേരും കൂടി വരുന്നു ഗുരുകുലത്തേക്ക്. വാ ബലരാമൻ വന്നു, ഗുരു വിളിച്ചതാ. അപ്പൊ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒന്ന് പറഞ്ഞേ, ഓം നമോ വാസുദേവായ പഠിച്ചോ, പറഞ്ഞോ. ഓം നമോ ഭഗവതേ വാസുദേവായ. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കണോ. അപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു ദിവസം കൃഷ്ണനും ബലരാമനും കൂടെ അവർ ചേർക്കാൻ വന്നു. അപ്പൊ ഇവര് ഫ്രണ്ടായി രണ്ടുപേരും. അപ്പൊ രണ്ടുപേരും ഫ്രണ്ട്സായിട്ട് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ കൃഷ്ണൻ ഏറ്റവും സമ്പന്നനാണ്. ഈ കുചേലൻ എന്ന് പറഞ്ഞാൽ വളരെ പാവപ്പെട്ട ഒരു ബ്രാഹ്മണനാണ്. എന്നിട്ടും ഈ കൃഷ്ണനെ കുചേലനെ ഭയങ്കര ഇഷ്ടമായി. ഇപ്പൊ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആയത്രേ. ഇതൊക്കെ കഥ പറയാണ് ഭാര്യയോട്. അപ്പൊ ഇത് ഘടവ ഭാര്യ അന്ന് അറിയോ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഭാര്യയ്ക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, ഓ എൻ്റെ അടുത്ത് കല്യാണം കഴിഞ്ഞിട്ട് കുചേലൻ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഒരു കൃഷ്ണൻ എൻ്റെ കൂടെ പഠിച്ചിട്ടുണ്ടെന്ന്. അപ്പം പതുക്കെ ആലോചിച്ചു, നമ്മുടെ ദാരിദ്ര്യം മാറാൻ കൃഷ്ണൻ അനുഗ്രഹിക്കില്ലേ, എന്ന് നോക്കിയാലും കൃഷ്ണഭക്തനാണ്. അപ്പം പതുക്കെ ആലോചിച്ചു. അപ്പോൾ സുധാമാവായിരുന്നു പേര്. അപ്പോൾ കുചേലൻ പറഞ്ഞു, എങ്ങനെയാണ് കൃഷ്ണൻ്റെ അടുത്ത് പോയി ചോദിക്കുന്നത് എന്നൊക്കെ വിചാരിച്ച സുധാമാവിന് ചോദിക്കാൻ പഠിക്കില്ലാതെ കുചേലൻ. അപ്പം പിന്നെ ആലോചിച്ചു, ശരി ഭാര്യ പറയല്ലേ, പോയി ചോദിക്കാം. അപ്പൊ ഭാര്യ എന്ത് ചെയ്തു, എന്താണ് ഞാൻ കൊണ്ടുപോകാന്ന് ചോദിച്ചു കുചേലൻ. ആരെങ്കിലും കാണാൻ പോകുമ്പോൾ നമ്മളെന്തെങ്കിലും കൊണ്ടുപോയില്ലേ, വയസ്സായ ആൾക്കാരെ കാണുമ്പോല്ലേ നമ്മളെന്തെങ്കിലും കൊണ്ടുപോകണ്ടേ. അമ്മൂമ്മേനെ കാണാൻ പോകുമ്പോ, വയസ്സായവരെ കാണുമ്പോ, ചെറിയ കുട്ടികൾ ജനിച്ചാലേ. അപ്പൊ കുചേലൻ ചോദിച്ചു, എന്താണ് ഞാൻ കൊണ്ടേ കൊടുക്കേണ്ട കൃഷ്ണനെ. ഒന്നുമില്ല വീട്ടില്. അപ്പൊ എന്ത് ചെയ്യുന്നു, അവര് എവിടെ നിന്ന് കിട്ടി. അപ്പൊ എന്ത് ചെയ്യുന്നു, ഓരോ വീട്ടിലെ പോയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ കൃഷ്ണനെ കാണാൻ പോവാണ്. അപ്പൊ എല്ലാവരും എന്നാ ഒരു പിടിയാവില്ല. അങ്ങനെ 4 പേര് വന്നിട്ട് ഒന്ന് കൊടുക്കും, ഓരോ പിടിയാവില്ല. അപ്പൊ ഒരു വീട്ടിൽ പോയി. അപ്പൊ വന്നപ്പോ ഒരു പിടിയാവില്ല, ഒരു പിടി. അപ്പൊ അടുത്ത അവിടെ വീട്ടിൽ പോയി, അവിടെ ഒരു അടുത്ത അവിടെ വീട്ടിൽ പോയി അങ്ങനെ ഒരു 4 പിടി കിട്ടി. അതിലൊരു കിഴിയാക്കി ഭാര്യ കൊടുത്തു. രാജാവാണ് കൃഷ്ണൻ. അപ്പൊ ദ്വാരകയ്ക്ക് അതുപോലെ ബസ് കാറ് വേണമെന്നില്ല. അങ്ങനെ നടന്ന വഴിയൊക്കെ കൂട്ടി ഇങ്ങനെ പതുക്കെ കൃഷ്ണൻ അവർക്ക് അങ്ങനെ കൃഷ്ണനെ കാണാൻ സുധാമ പോവാണ്. അങ്ങനെ പതുക്കെ പോയി. അവിടെ എത്തുമ്പോഴത്തേക്കും കൃഷ്ണൻ പതുക്കെ മുന്നിൽ കണ്ടു. അവിടെ ഇവിടെ വരെ വന്നു. അപ്പൊ ഇതാണ് ഗേറ്റ്. അപ്പൊ ഓടിവാ കൃഷ്ണൻ, ഓടിവാ കൃഷ്ണൻ, ഓടിവാ. ഓ സുധാമ വന്നിട്ടുണ്ടോ ചോദിക്കേ. എന്റെ ഫ്രണ്ട് അല്ലേ കൂട്ടിക്കൊണ്ടുപോവാ. ആ ചേർന്നെടുത്ത് ഉണ്ടായിരുന്നില്ലേ. പിന്നെ എവിടെ പോയി കുചേലൻ എവിടെ പോയി, പിന്നെ സുധാമ എവിടെ പോയി ചോദിക്കേ. സുധാമ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് എവിടെ പോയി. പഠിച്ചു കഴിഞ്ഞിട്ട് കൃഷ്ണന്റെ ഓർമ്മയിൽ ഞാൻ ഇരുന്നു. കല്യാണമൊക്കെ കഴിച്ച് കുട്ടികളൊക്കെ ആയിരുന്നു. കുടുംബമായി. എന്നാൽ എന്നും ഞാൻ കൃഷ്ണനെ ഓർക്കുന്നു. കൃഷ്ണഭക്തനാണ് ഞാൻ അല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യുന്നു, കാലില് വെള്ളമൊക്കെ ഒഴിച്ച് ചന്ദന കുങ്കുമൊക്കെ തേച്ച് അതിഥി സൽക്കാരം എന്നിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കാലൊക്കെ നന്നായിട്ട് കഴുകിട്ട് വാ രുക്മിണി അവിടെ എന്താ രുക്മിണി ഉണ്ടാ. എന്നിട്ട് എന്താ ഞാൻ നമ്മുടെ കാലിൽ ഇങ്ങനെ കാലിലൊക്കെ ഇട്ട് ഒക്കെ ചെയ്തു. എന്നിട്ട് നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് അല്ലേ എല്ലാം കൊടുത്തിട്ട് പഴയ കഥകളൊക്കെ ചോദിച്ചു അല്ലേ. ഓർമ്മയുണ്ടോ രണ്ടുപേരും കൂടി അവിടെ വിറകെന്തിനാണ്, അന്നത്തെ മാതിരി ഗ്യാസ് ഇല്ല അല്ലേ, അടുപ്പല്ലേ. അപ്പൊ അടുപ്പിൽ കത്തിക്കാൻ വിറക് വേണം. അപ്പൊ വിറകെന്ന് എവിടെ നിന്ന് കിട്ടും, കാടില് അല്ലേ. അപ്പൊ കാട്ടിലേക്ക് രണ്ടുപേരും കൂടി പോയി. എന്നിട്ട് കാട്ടിൽ പോയി എല്ലാവരും വിറക് കിട്ടിയപ്പോ എന്ത് വന്നു, മഴ വന്നു. അപ്പൊ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് അവിടെ രാത്രി കഴിച്ചു കൂട്ടി. ആരൊക്കെ, കൃഷ്ണനും സുധാമനും. അത് ഓർമ്മയുണ്ടോ. അപ്പൊ അത് കഴിഞ്ഞ് ഭക്തി ഓടി വന്ന് ഇവരെ അനുഗ്രഹിച്ചു. ഓ എനിക്ക് വേണ്ടിയിട്ട് നിങ്ങളെ വിറക് ശേഖരിക്കാൻ വേണ്ടി ഇത്രയും പാടുപെട്ട് വന്നിട്ട് എന്റെ ഉത്തമ ശിഷ്യന്മാരാണ്, ബെസ്റ്റ് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ അല്ലേ. ബെസ്റ്റ് സ്റ്റുഡൻസ് ആണ് കൃഷ്ണനും
സുധാമാവുന്ന അന്ന് സന്ദീപനി മകത്തി വന്ന് തലയിൽ അനുഭവിച്ചു. എന്നിട്ട് നന്നായി വരണേന്ന് പറഞ്ഞ് അനുഭവിച്ചു. അതൊക്കെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. ഓർമ്മയുണ്ടോ? ഉണ്ടെന്ന്. ആ അപ്പൊ അതൊക്കെ ഓർമ്മ വെച്ച് അവര് രാത്രി അവിടെ കിടന്ന് ഉറങ്ങി അല്ലേ. ഉറങ്ങിയൊക്കെ കഴിഞ്ഞ് രാവിലെ ശരി ഞാൻ പോയിട്ട് വരാം, ഞാൻ വീട്ടിലേക്ക് പോകുന്നു കൃഷ്ണൻ്റെ അടുത്ത്. അതിൻ്റെ ഇടയ്ക്ക് എന്ത് കൊണ്ടുവന്നോ എന്ന് ചോദിക്കണം. കൃഷ്ണൻ ചോദിക്കും എന്നെ കാണാൻ എന്താ കൊണ്ടുവന്നിരിക്കുന്ന ചോദിക്കും. എന്തെങ്കിലും കൊണ്ടുവരാതെ വരില്ലല്ലോ അല്ലേ. എന്തെങ്കിലും കൊണ്ടുവരാതെ വരുമോ ഫ്രണ്ട് കാണാൻ വരുമ്പോ? അപ്പൊ പതുക്കെ നോക്കാം എന്തെങ്കിലും ഉണ്ടോ നോക്കൊന്ന് തപ്പി നോക്ക്. കൃഷ്ണ പോയി തപ്പാണേ, എന്തെങ്കിലും ഉണ്ടോ നോക്കാം, പതുക്കെ നോക്കാം. തട്ടിപ്പറിച്ചെടുത്തു. എന്നിട്ട് തുറന്നു നോക്കാം. ആഹാ എനിക്ക് എന്തോ കൊണ്ടുപോയിട്ടുണ്ടല്ലോ എന്റെ ഫ്രണ്ട് സുധാമ. അപ്പൊ അതിനെ തുറന്നു സുധാമാവിന് ഭയങ്കര സന്തോഷം. കിഴി കൃഷ്ണനെടുത്തു, കൃഷ്ണൻ തുറന്നു. ഭയങ്കര സന്തോഷം, ഭയങ്കര ഹാപ്പിയായി കുചേലൻ അല്ലേ. കുചേലൻ വളരെ വിഷണ്ണനായിട്ട് വന്നാണ്. ഇപ്പൊ ചിരി നോക്കിയേ. ആ എന്താണ് നോക്കാം നമുക്ക്. എന്താണ് എന്നത് രാവിലെ ഒരു എടുത്ത് കഴിക്കും. വാ രുക്മിണി വാ, ഒരു കടിച്ച് കഴിക്കുമ്പോഴേക്കും ഒരാൾ വാ. എല്ലാവർക്കും കൊടുക്കുക കേട്ടോ, എല്ലാവർക്കും കൊടുക്കുക. എന്നിട്ട് ബാക്കിയെല്ലാം കൊണ്ടുപോയി കൃഷ്ണന്റെ ബാക്കിയുള്ള ഭക്തിമാരെ എല്ലാവരും കൂടി അവര് കഴിച്ചു. കിടന്നുറങ്ങി. എന്നിട്ട് രാത്രി കടന്നുറങ്ങിയിട്ട് രാവിലെ ഞാൻ പോയിട്ട് വരാൻ. ഹരേ നാരായണ ഹരേ നാരായണ നാരായണ ഹരേ നാരായണ നാരായണ ഹരേ നാരായണ നാരായണ ഹരേ നാരായണ. ഇടയില്ല കർമ്മങ്ങൾ ചെയ്തിടാനും ഹരിതന്നെ ആശ്രയം നിത്യജന്മം കരണകമലത്തിൽ ചേർത്തിടണേ. നാരായണ ഹരേ നാരായണ നാരായണ ഹരേ നാരായണ നാരായണ ഹരേ നാരായണ. ബന്ധോ ജയ ജയ ഗോവിന്ദ മാരുദേശ ഹര ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹര ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. കരമണ്ണം വെന്തരിക്കു തന്ന കരമുന്നിൽ നേരെ മതി ഇരുകയും കൂട്ടി സ്മരിച്ചു